ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇനി കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോസ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഈ ചാനലിൽ കൂടെ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു 3 സ്റ്റിച്ചുകളാണ് ഇപ്പം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് പ്രയോജനപ്രദമാകുന്ന ഒരു 3 സ്റ്റിച്ചുകൾ മാത്രമാണ് ബേസിക് ആയിട്ടുള്ളത്. അത് അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചെയ്യാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്ക്കാനൊക്കെ ആണെങ്കിൽ പ്രയോജനപ്പെടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നൂല് 2 മടക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സൂചിയിൽ നൂല് കോർത്തി എടുക്കണം. അപ്പം ഞാൻ ഏകദേശം നൂല് കോർത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കെട്ടൊക്കെ വീഴാതെയൊക്കെ അതിൻ്റെ ഇങ്ങനെ നൂല് 2ആയിട്ട് മടക്കിയെടുത്ത് എന്നിട്ട് അതിൻ്റെ അറ്റത്ത് കെട്ടിയിട്ടിട്ട് ഈ നൂല് കയറ്റി ഇറക്കി എന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു നൂലെടുത്ത് കോർത്തിയിട്ട് അതിൻ്റെ അറ്റത്ത് കെട്ടിയിട്ട് എടുക്കുക, അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ രീതിയിലാണ്. ഞാൻ മറ്റേ രീതിയിൽ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഒരു വേസ്റ്റ് കഷ്ണം തുണിയാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ബ്ലൗസ് തയ്ച്ചിട്ട് മിച്ചം വന്നൊരു തുണിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്, 2x2ൻ്റെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ചുമ്മാ കാണിച്ചു തരുന്നൊരു ഡെമോ പോലെ കാണിച്ചു തരുന്നത് മാത്രം. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതൊക്കെ ആവശ്യം, ഇതിപ്പോൾ ഒരു പടിയൊക്കെ പോലെ ഉള്ള ഈ ബ്ലൗസിൻ്റെയൊക്കെ ആണെങ്കിലും പടിയൊക്കെ വരുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ മടക്ക് വരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് യോജിപ്പിച്ച് വിട്ടുപോകാതെ യോജിപ്പിച്ചെടുക്കുന്നതിനാണ്. ഇതിപ്പോൾ ഞാൻ ഈ പിടിച്ചിരിക്കുന്ന പോലെ ചെരിഞ്ഞ രീതിയിൽ തയ്ക്കുന്നതാണ് ഇതിൻ്റെ ശരിയായ രീതി. ഇങ്ങനെ നേർരേഖയിൽ തന്നെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മറുവശത്ത് നന്നായിട്ട് അതിൻ്റെ നൂല് എടുത്തറിയും. ഇതിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേറെ കളറ് നൂലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു അറ്റത്തെ ആ ഒരു കെട്ട് ഉള്ളിലോട്ട് വരണം. അതുകൊണ്ട് ഇങ്ങനെ മറ്റേ നമ്മൾ മടക്കി പിടിച്ചേക്കുന്നത് അതിൻ്റെ ഉള്ളിലോട്ടാണ്, അടിയിലോട്ട് ആണ് നമ്മൾ സൂചി കുത്തി എടുത്തേക്കുന്നത്. നിങ്ങൾ ഒന്നും കൂടെ ശരിക്കും കണ്ടു നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇനി ആ ഒരു സൂചി ചെരിഞ്ഞ രീതിയിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ തയ്ച്ചെടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. ഇങ്ങനെ 2-3 എണ്ണം ഇങ്ങനെ തയ്ച്ചെടുത്തു. ആ തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒരു ചെരിഞ്ഞൊരു ഞാറൊക്കെ നടുന്ന പോലെ ആ ഒരു രീതിയിലൊക്കെ പോലെ തോന്നും. ചെരിഞ്ഞാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അതിൻ്റെ മറുവശത്ത് ചെറുതായിട്ടേ കൊള്ളത്തുള്ളൂ. നിങ്ങൾക്കിത് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് 2-3 വട്ടം ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള പിടി കിട്ടുകയുള്ളൂ. ചിലർക്ക് പെട്ടെന്ന് അറിയാമായിരിക്കും, പലർക്കും ഇത് അറിയാമായിരിക്കാം. ഇങ്ങനെ തയ്ക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. നമ്മുടെ ചാനലിൽ കുറേ തയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അറിയത്തില്ലാത്തവർക്കാട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ തയ്ച്ചിരിക്കുന്നതെല്ലാം ഒരുപോലെ തന്നെ വന്നിരിക്കുന്നത്. അതിൻ്റെ മറുവശത്താണെങ്കിലും വലിയ കുത്തിക്കൊണ്ടിട്ടുള്ള പോലെ ഒന്നും അറിയാനും പറ്റില്ല. എന്നാൽ ആ തുണിയിൽ നമ്മൾ തയ്ച്ചേക്കുന്ന ആ ഒരു സ്റ്റിച്ച് ചെന്നിട്ടുമുണ്ട്, വിട്ടു പോകത്തൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഈ മടക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചെടുക്കുന്നത്. ഇതിന് പറയുന്ന പേര് ഹെമ്മിങ് എന്നാണ്. ഹെമ്മിങ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയും, ഹെമ്മിങ് കേട്ടോ. ഇതിപ്പോൾ വേറൊരു രീതിയാണ്. ഇത് നമുക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവിടെ പഠിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ച് എന്നാണ്. ആ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ഞാനിതിപ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഇച്ചിരി വലിയ രീതിയിലാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത് കേട്ടോ. ഇത് കുഞ്ഞായിട്ട് ശരിക്കും നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ നൂല് തയ്ച്ചെടുക്കുകയും അതിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്നതും എല്ലാം തുല്യ അളവിലായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വേഗം ക്യാമറയിൽ നോക്കി തുന്നിയുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് വന്നിട്ടില്ല, ഇച്ചിരി ഒരു വളവ് പോലെ വന്നിട്ടുണ്ട്. ഇത് സ്ട്രെയിറ്റായിട്ട് തുല്യ അളവുകൾ ഗ്യാപ്പിട്ട് ആണ് തയ്ച്ചെടുക്കേണ്ടത്. ഇത് ഒരു 2 തുണികൾ തമ്മിൽ ഇങ്ങനെ ഒന്ന്
യോജിച്ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് തയ്ക്കുന്ന ഇതാട്ടോ. ജസ്റ്റ് ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തയ്ക്കുന്ന സമയത്തും ഒക്കെ ജസ്റ്റ് ഒന്ന് ഉറച്ചിരിക്കാനൊക്കെ ആയിട്ട് ഇത് ഇതുപോലെ വരുവേ. നന്നായിട്ട് അത്തേൽ ഉറച്ചിരിക്കും. ഒത്തിരി ലൂസില്ലാതെ ജസ്റ്റ് ഒരു ടൈറ്റ് പോലെ ആക്കി തയ്ച്ച് എടുക്കാൻ. എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് കെട്ടിയിട്ട് ഒന്നൊന്ന് നൂല് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ രണ്ടാമത്തെ രീതിയാണ് റണ്ണിങ് സ്റ്റിച്ച്. ഇത് ഇച്ചിരി ഗ്യാപ്പിട്ടാ തയ്ച്ചേക്കണേ. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ചെറുതായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. വിട്ടുപോരത്തൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മൾ ബേസിക്കായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കവറുകളൊക്കെ ജസ്റ്റ് വേഗത്തിൽ ഒന്ന് തയ്ച്ചെടുക്കുക. അങ്ങനെയൊക്കെയുള്ള കൈകൊണ്ട് തയ്ച്ചെടുക്കാനും ഒക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ പറ്റുവേ. ഇനി അടുത്തത് ഒരു രീതി, അത് ഇതിൻ്റെ ഈ ഒരു ചെയ്തെടുത്തതിൻ്റെ സൈഡിലായിട്ട് ഹെമ്മിങ് ചെയ്തതിൻ്റെ സൈഡിലായിട്ട് ചുമ്മാതെ ഒന്ന് ചെയ്ത് കാണിക്കുന്നതാണ്. ഈ ഒരു രീതിയുടെ പേര് ബാക്ക് സ്റ്റിച്ച് എന്നാണ്. നമ്മൾ എംബ്രോയ്ഡറി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന് പഠിച്ചിരിക്കുന്ന ബാക്ക് സ്റ്റിച്ച് എന്നാണ്. അതായത് നമ്മൾ നൂല് ഇത് മുമ്പേ കാണിച്ച പോലെ തന്നെ അടിയിൽ നിന്ന് കുത്തിയെടുത്തു. എന്നിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് തുടങ്ങിയതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഇച്ചിരി ഗ്യാപ്പിട്ട് അങ്ങ് തയ്ച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെയിം ഇവിടെ നമ്മൾ എടുത്ത ആ ഒരു സെയിം അകലത്തിൽ തന്നെ ആ ഒരകലം നമ്മൾ കീപ്പ് ചെയ്യണേ. അപ്പോൾ ആ ഒരകലത്തിൽ തന്നെ കുറച്ച് മുമ്പോട്ട് കുത്തി എടുക്കുക. അടിയിൽ നിന്ന് മുമ്പിലോട്ട് കുത്തിയെടുക്കുക. പിന്നെ അതിൻ്റെ അറ്റത്തോട്ടാണ് കുത്തി ഇറക്കുന്നത്. ഒന്നും കണ്ടോ, നമ്മളിപ്പോൾ ആ സെയിം അളവിൽ തന്നെ മുമ്പോട്ട് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ കുത്തിയെടുത്ത സാധനം മറ്റേത് തയ്ച്ച് പോകുന്നതിൻ്റെ മുമ്പിൽ തന്നെ കുത്തി ഇറക്കിയേക്കണം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കൈ കൊണ്ട് ഡ്രസ്സൊക്കെ തയ്ച്ച് എടുക്കുന്നവരുണ്ട്. എനിക്കറിയാം, മറ്റേ ഈ തയ്യൽ മെഷീനൊക്കെ വീട്ടിലില്ലാത്ത കുറേ പേരുണ്ട്. അപ്പം ഞാൻ കുറേ പേരെ ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചാണ് അവർ ചുരിദാറൊക്കെ ആണെങ്കിലും തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അത് തന്നെ നീറ്റായിട്ടൊന്നറിയാം. നമ്മൾ ഈ തയ്യൽ മെഷീനിൽ ചെയ്തെടുക്കുന്നതിൽ നല്ല ഭംഗിയായിട്ട് അവരിങ്ങനെ കൈകൊണ്ടൊക്കെ തയ്ച്ചെടുക്കുന്നത്. അതുപോലെ ടവലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ചിട്ട് ഇങ്ങനെ തയ്ച്ച്, അതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് നമുക്ക് ടവൽ രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ സൈഡിൽ കൂടെ തയ്ച്ചെടുക്കുന്നത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ താല്പര്യം ഉള്ളവർക്ക് ഉപകാരപ്പെടാനായിട്ടാണ്. അപ്പം ഞാൻ അത് വേണമെങ്കിൽ ചെയ്ത് ഇടയ്ക്ക് കാണിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാവേ. ഇത് ബാക്ക് സ്റ്റിച്ചാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയെ ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോ ആണ്. ഇനി ഈ ഒരു സ്റ്റിച്ചുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങൾ ഞാൻ ഇതിൽ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ ഉപകാരപ്പെട്ടോ എന്നൊക്കെ കമൻ്റായിട്ട് ഇടണേ. അപ്പം നിങ്ങൾ ചെറുതായിട്ട് ചിലത് മനസ്സിലായി കാണില്ലായിരിക്കും. ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഡൗട്ടുകൾ, അതുപോലെ സ്റ്റിച്ചിങ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടിട്ട് പിന്നീട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.